ഇന്ന് ഞാൻ ഒരു ചിക്കൻ ഷവർമ റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. ഇതിലേക്കുള്ള ഫ്രഞ്ച് ഫ്രൈസും അതുപോലെ തന്നെ മയോണൈസും കുബൂസും ഒക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ഷവർമ ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോയിലേക്ക് പോകാം നമുക്ക്. അതിനു മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണമെങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഷവർമ നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒന്നാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. 1/2 കിലോ ബോൺലെസ് ചിക്കനാണ് ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ മുളക് പൊടി ഞാൻ 1 ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത്. എരിവ് അധികം ആവശ്യമില്ലാത്തവർക്ക് അത് കുറക്കാവുന്നതാണ്. അറേബ്യൻ ഡിഷുകളിലൊന്നും കൂടുതൽ എരിവ് കാണാറില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് കുറക്കണമെങ്കിൽ കുറക്കാം കേട്ടോ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് വിനീഗർ വെച്ചിട്ടാണ് ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത്. ഞാനിത് തലേ ദിവസം തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചതായിരുന്നു. ഇനി നിങ്ങൾക്ക് ഓവർനൈറ്റ് വെക്കാൻ കഴിയില്ലെങ്കിൽ ഒരു മണിക്കൂർ വരെയൊക്കെ വെക്കാവുന്നതാണ്. കൂടുതൽ നേരം വെക്കുമ്പോൾ ടേസ്റ്റ് കൂടുതൽ കിട്ടുള്ളൂ. ഇത് ഫ്രൈ പാന് സ്റ്റൗവിൽ വെച്ചിട്ട് നമുക്കതിലതൊന്ന് പൊരിച്ചെടുക്കണം. ചിക്കൻ നന്നായി പൊരിഞ്ഞതിന് ശേഷം എണ്ണയൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഒരു ചെറിയ സ്റ്റീൽ പാത്രത്തിൽ ചാർക്കോൾ എടുത്തിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടൊന്ന് എയർ ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. ഇത് കഴിഞ്ഞ് നമുക്കിത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വെക്കണം. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. ഫ്രൈയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഫ്രഞ്ച് ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നീളത്തിലുള്ള പൊട്ടാറ്റോ വേണം എടുക്കാൻ. ഒരു പീലർ ഉപയോഗിച്ചിട്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ ശേഷം ഇത് നമുക്ക് ചെറുതായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. 1/2 കിലോ പൊട്ടാറ്റോ ആണ് ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഈ കട്ട് ചെയ്ത് വെച്ച പൊട്ടാറ്റോ നമുക്കൊരു ബൗളിലിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. പൊട്ടാറ്റോയുടെ മുകളിലുള്ള പൊടിയും പശയും ഒക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. 5 മിനിറ്റ് ഇത് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് അതിലേക്ക് പൊട്ടാറ്റോ മുങ്ങാൻ ആവശ്യത്തിനുള്ള വെള്ളം വെച്ച് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ എടുത്തിട്ട് ചേർത്ത് കൊടുക്കാം. ഒരടപ്പ് വെച്ച് 5 മിനിറ്റ് നമുക്കിതൊന്ന് തിളക്കുന്നത് വരെ വെക്കണം. ശേഷം നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റിയെടുക്കണം. ഇതൊരു തോർത്തിൽ, അതായത് ഒരു കിച്ചൺ ടവലിലോ നമ്മൾ വെച്ചിട്ടൊന്ന് ഇതിൻ്റെ ഈർപ്പൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ട് വീണ്ടും ബൗളിലാക്കി ഒന്ന് ഒരു 1/2 മണിക്കൂർ നമുക്ക് ഫ്രീസ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. ഇതിൻ്റെ പാത്രത്തിൽ അടച്ചു വെച്ചാലും മതി. ഞാനിത് കവർ ചെയ്താണ് വെക്കുന്നത്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. കുറേശ്ശെയായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കോരിയെടുക്കണം. ഒരു ഹാഫ് വേവ് ആകുമ്പോൾ തന്നെ നമുക്കിത് മാറ്റി കൊടുക്കണം. 2 ലെയറായിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഫസ്റ്റ് ലെയറൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വീണ്ടും മാറ്റി കൊടുത്ത ശേഷം അടുത്തത് വീണ്ടും ഇട്ട് കൊടുക്കുകയാണ്. രണ്ടാമത്തെ സ്റ്റെപ്പായിട്ടാണ് വീണ്ടും പൊരിച്ചെടുക്കുന്നത്. ഏകദേശം ഗോൾഡൻ നിറമായി വരുമ്പോൾ നമുക്കിത് ഫ്രൈ പാനിൽ നിന്നും മാറ്റി കൊടുക്കണം. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. ഈ സമയത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുബൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഈസ്റ്റ് റെഡിയാക്കി എടുക്കുന്നതാണ്. ഒരു 1.5 ടീസ്പൂൺ ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് ചെറു ചൂടുവെള്ളം വെച്ചിട്ട് നമുക്കിതൊന്ന് പൊങ്ങാൻ വേണ്ടി വെക്കണം. അതിനുശേഷം നമുക്ക് മയോണൈസ് റെഡിയാക്കി എടുക്കണം. നമ്മൾ ഇതിൽ നിന്ന് മുട്ടയുടെ മഞ്ഞക്കുരൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. എഗ് വൈറ്റാണ് ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. മയോണൈസിന് വേണ്ടിയിട്ടുള്ള പൊട്ടാറ്റോ പുഴുങ്ങിയെടുത്തതിലേക്ക് എഗ് വൈറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് അരമുറി ചെറുനാരങ്ങയുടെ
നീരാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. 2 ഇതള് വെളുത്തുള്ളി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കണം. ഇനി നമ്മുടെ മയോണൈസിൻ്റെ കൂട്ടിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കണം. 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. 2 ലെയറായിട്ടാണ് അത് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി അങ്ങനെ 2 പ്രാവശ്യമായിട്ട് അടിച്ചെടുക്കണം. മയോണൈസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. ഇനി നമുക്ക് കുബൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 3 ഗ്ലാസ് മൈദയാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് റവ കൂടി ചേർക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ പൊങ്ങാൻ വേണ്ടി വെച്ചിട്ടുള്ള ഈസ്റ്റ് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം കുഴക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം വീണ്ടും ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ഇതിലേക്കൊരു 3 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി കുബൂസിനുള്ള മാവ് നന്നായി കുഴച്ച ശേഷം നമുക്ക് പൊങ്ങാൻ വേണ്ടിയിട്ട് ഒരു 2 മണിക്കൂർ എടുത്ത് വെക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിത് നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് 2 മണിക്കൂർ എടുത്ത് വെക്കുകയാണ്. ഈ സമയം കൊണ്ട് നമുക്ക് അടുത്തതായിട്ട് നമ്മളെ വെജിറ്റബിൾസൊക്കെ ഒന്ന് അരിഞ്ഞു വെക്കുകയാണ്. ഇനി നമുക്ക് വെജിറ്റബിൾസിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഒരു കക്കേരിയും ചെറിയൊരു ക്യാരറ്റും 1 ടൊമാറ്റോ, സവാള, ഒരു ചെറിയ പീസ് ക്യാബേജ് എന്നിവയാണ് ഞാനിതിനായിട്ട് എടുത്തിട്ടുള്ളത്. കുബൂസിൻ്റെ മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് കളഞ്ഞ് വീണ്ടും ഒന്ന് കുഴച്ചെടുക്കണം. അതിനുശേഷം ഇതിൻ്റെ പകുതി എടുത്തിട്ട് നമുക്ക് നീളത്തിലൊന്ന് ഉരുട്ടി കൊടുക്കണം. വെക്കാനുള്ള തറയിൽ കുറച്ച് പൊടി വിതറിയ ശേഷം നമുക്ക് മൈദപ്പൊടിയാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. പൊടി വിതറിയ ശേഷം നമുക്കിത് നീളത്തിലാക്കിയതിന് ഇത് ഉരുട്ടിയെടുക്കണം. എന്നിട്ട് ഒരു കത്തി എടുത്തിട്ട് ചെറിയ ബോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പാകത്തിന് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ആകുമ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇത് എടുത്തിട്ട് ഓരോ ഉരുളകളാക്കി എടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓരോ ബോളാക്കിയാണ് നമുക്കിത് എടുത്ത് വെക്കേണ്ടത്. അതിന് ശേഷം കുറച്ച് പൊടി വിതറി അതിൽ ഈ കുബൂസിൻ്റെ ബോളുകളൊക്കെ വെച്ച് നമുക്കൊരു 5 മിനിറ്റ് ഇത് കിച്ചൺ ടവൽ വെച്ച് മൂടി വെക്കണം. ഇനി ഇത് ഓരോന്ന് എടുത്തിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കാം. നന്നായിട്ട് പരത്തിയ ശേഷം ബാക്കിയുള്ളവ ഇതുപോലെ കിച്ചൺ ടവൽ കൊണ്ട് മൂടി വെക്കണം. ഈ ഫ്രൈ പാനിൽ നമുക്ക് ചുട്ടെടുക്കണം. ചെറുതായിട്ടുള്ള ബബിൾ വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. പാനിൽ വെച്ച് തന്നെ നന്നായിട്ട് പൊങ്ങി വന്ന് ശേഷം മാത്രമേ ഇത് എടുത്ത് വെക്കാൻ പാടുള്ളൂ. നല്ല പൊങ്ങി വരുന്ന കണ്ടില്ല, നല്ല സൂപ്പറായിട്ടുള്ള കുബൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് മയോണൈസ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാനിതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ, ഒക്കെ കറക്റ്റാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് സെറ്റ് ചെയ്തെടുക്കണം. മിക്സൊക്കെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുബൂസൊക്കെ വെച്ചിട്ട് അതിലേക്ക് മയോണൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി അതിൻ്റെ മുകളിലായിട്ട് നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മൾ ഷവർമൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് റോളാക്കിയെടുക്കാം. ഒരു പ്രാവശ്യം വീട്ടിൽ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങില്ല കേട്ടോ. കാരണം അത്രയും സിമ്പിളാണ് ഇട്ടത്. ഇതിൻ്റെ റേറ്റ് കൂട്ടുകയാണെങ്കിൽ തന്നെ ഒരുപാട് ലാഭമാണ്. നിങ്ങളെപ്പോഴും ട്രൈ ചെയ്ത് നോക്കണം.
ഈ മഴക്കാലത്തൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ് ഷവർമ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.